തർക്കങ്ങളും എതിർപ്പുകളുമൊക്കെ കായിക ലോകത്തും കടക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കായിക ലോകത്ത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അടുത്ത വർഷം പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിനെ അയക്കില്ല എന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് BCCI തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാനിൽ നടക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന് ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള അനുമതിയും ലഭിച്ചിട്ടില്ല. ഏഷ്യ കപ്പ് യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പിനും ഡൽഹി കപ്പിനുമുള്ള പാകിസ്ഥാൻ ടീമിന്റെ ചില കളിക്കാർക്കും വിസ നൽകാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വിസമ്മതിച്ചിരിക്കുകയാണ്. ഏഷ്യ കപ്പ് യൂത്ത് സ്ക്രാബിൾ ചാമ്പ്യൻഷിപ്പിനും ഡൽഹി കപ്പിനും പങ്കെടുക്കുന്ന പാകിസ്ഥാൻ കളിക്കാർ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ 2 മാസം മുൻപേ വിസയ്ക്ക് അപേക്ഷിച്ചതാണ്. എന്നാൽ വിസ നൽകുന്ന കാര്യം നീണ്ടുപോവുകയാണ്. ചില കളിക്കാർക്ക് വിസ നൽകില്ലെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 15 മുതൽ 17 വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത്. കായിക ലോകത്തേക്കും യുദ്ധവും തർക്കങ്ങളും എതിർപ്പുകളും നീളുന്ന ഒരു കാഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ പാകിസ്ഥാൻ സ്ക്രാബിൾ അസോസിയേഷൻ അതായത് PSA ഡയറക്ടർ താരിഖ് പർവേസ് നിരാശ രേഖപ്പെടുത്തുകയും ചെയ്തു. വ്യക്തമായ കാരണം കൂടാതെയാണ് 2022 ഇന്ത്യയിൽ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്ത് വിജയിച്ച കളിക്കാർ ഉൾപ്പെടെ പാകിസ്ഥാൻ ടീമിന്റെ പകുതിയോളം പേരുടെ വിസ നിഷേധിച്ചതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. വിസയ്ക്കായി കാത്തിരിക്കുന്ന കളിക്കാർ അവസാന നിമിഷം വിസ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കറാച്ചിയിൽ നിന്നും ലാഹോറിലേക്ക് എത്തിയിരുന്നു. എന്നാൽ വിസ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ ഇവർ തിരിച്ച് കറാച്ചിയിലേക്ക് പോന്നതായും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ലോക ചാമ്പ്യന്മാരും ഏഷ്യ യൂത്ത് ജേതാക്കളുമായ പാകിസ്ഥാൻ ടീമിന്റെ അഭാവം ടൂർണമെന്റിന്റെ ശോഭ കെടുത്തുമെന്ന് പർവേസ് പറയുകയും ചെയ്തു. സമീപകാല സംഭവവികാസങ്ങൾക്കൊപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കായിക ബന്ധം ഏറ്റവും മോശം നിലയിലാണ്. അടുത്ത വർഷം ICC ചാമ്പ്യൻ ട്രോഫി ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കായിക ലോകത്തെ ബന്ധം വഷളാക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന തീരുമാനം BCCI അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെയും അറിയിച്ചിരുന്നു. ഇതും വലിയ ചർച്ചയായും വാർത്തയായും മാറിയിരുന്നു. ഇന്ത്യയുടെ മത്സരങ്ങൾ പാകിസ്ഥാന് പുറത്തു നടത്തണമെന്ന ഇന്ത്യൻ ബോർഡിന്റെ ആവശ്യം ആതിഥേയർ എന്ന നിലയിൽ PCB അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തള്ളിയിരുന്നു. പാകിസ്ഥാൻ ആതിഥേയരാകുന്ന കാഴ്ച പരിമിതർക്കുള്ള 4ാമത് 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള ഇന്ത്യൻ ടീം വിദേശ മന്ത്രാലയത്തിന്റെ അനുമതി കാത്തിരിക്കുകയാണ്. ഈ മാസം 22 മുതൽ ഡിസംബർ 3 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിൽ ഇന്ത്യൻ ടീമിന് കായിക മന്ത്രാലയത്തിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ടീമിന് ലോകകപ്പിൽ പങ്കെടുക്കാനാകില്ല. ആദ്യ 3 ലോകകപ്പ് ജയിച്ച ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരാണ്. ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യയും സമർത്ഥനം ട്രസ്റ്റ് ഫോർ ദ ഡിസേബിൾഡുമാണ് ലോകകപ്പിന്റെ സംഘാടകർ. ഇന്ത്യ 2 തവണ പാകിസ്ഥാനെയും 1 തവണ ബംഗ്ലാദേശിനെയുമാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ടീം പങ്കെടുത്തില്ലെങ്കിലും ടൂർണമെന്റ് നടക്കുമെന്ന് പാകിസ്ഥാൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കായിക ലോകത്തെ ഈ തർക്കവും ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.